നമസ്കാരം. മസാല ബോണ്ട് കേസിൽ സത്യത്തിൽ തോമസ് ഐസക് പെട്ടിരിക്കുകയാണ്. ED സമൻസ് ഒക്കെ അയച്ചിരിക്കുകയാണല്ലോ. ഇത് നീട്ടിക്കൊണ്ടുപോകാൻ തോമസ് ഐസക് പരമാവധി ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിനെ ചുറ്റിപ്പറ്റി ED നീക്കം ശക്തമായതോടെ മസാല ബോണ്ട് തുകയായ 2150 കോടി രൂപ തിരിച്ചടച്ചതിന്റെ അതിവേഗത സംശയം ജനിപ്പിച്ചിരുന്നു അപ്പോൾ മുതൽ. ഈ ഇടപാടിൽ പലിശ ഇനത്തിൽ മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് 1045 കോടി രൂപ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിരുന്നു. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് പലിശയും മുതലും അടക്കം ആകെ 3195 കോടി രൂപ അടച്ചാണ് സർക്കാർ മസാല ബോണ്ട് കടം വീട്ടിയത്. ഇത് പിണറായി അറിയാതെയാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? പണ്ട് VS അനുകൂലിയായ തോമസ് ഐസകിനെ പണ്ടേ പിണറായിക്ക് താല്പര്യമില്ലാതിരുന്ന വ്യക്തിയാണ്. VSന് ശക്തി ക്ഷയിച്ചതോടെ പിണറായി തന്റെ കാര്യലാഭത്തിനായി ദത്തെടുത്തതാണ് ഐസക്കിനെ. ആ ദത്തെടുക്കൽ വളർത്താനല്ല എന്ന് വ്യക്തമാണ്. അത് മസാല ബോണ്ട് കേസ് വന്നതോടെ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. ഐസക്കിനെ കൂടെ നിർത്തി കാര്യങ്ങൾ സാധിക്കുകയും പിന്നീട് തള്ളുകയോ കൊല്ലുകയോ ചെയ്യുക എന്നത് മാത്രമാണ് പിണറായി ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് കേസ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോൾ പിണറായി ഐസക്കിന് വേണ്ടി ഒന്നും പറയാതിരുന്നത്. എന്നാൽ ED വന്ന് ചികഞ്ഞെടുക്കാൻ തുടങ്ങിയതോടെ EDക്ക് ഒരു കാര്യം മനസ്സിലായി: വൈസ് ചെയർമാൻ മാത്രമല്ല, ചെയർമാനും ഇതിൽ പങ്കുണ്ട്. മീറ്റിംഗുകളിൽ പങ്കെടുത്തില്ലെങ്കിലും ചെയർമാൻ അറിയാതെ വൈസ് ചെയർമാന് ഒന്നും ചെയ്യാനാകില്ല. ആരാണ് അപ്പോൾ ചെയർമാൻ? അത് മിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. പിണറായി ഇത് സംബന്ധിച്ച യോഗങ്ങളിലൊന്നും മനഃപൂർവ്വം തന്നെ പങ്കെടുത്തിരുന്നില്ല. അതും മനഃപൂർവ്വമാണല്ലോ, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഐസക്കിനെ കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. പക്ഷേ ഇപ്പോഴിതാ എല്ലാം തിരിച്ചറിഞ്ഞ ED പിണറായിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് പലിശയും മുതലും അടക്കം ആകെ 3195 കോടി രൂപ അടച്ച് സർക്കാർ മസാല ബോണ്ട് കടം വീട്ടിയതെങ്കിൽ ഇതിൽ വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഭാവിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഭാവിയിലല്ല, ഇപ്പോൾ തന്നെ അത് ഉയർത്തു വരുന്നുണ്ട്. കടമെടുത്ത തുകയുടെ പാതിയോളം പലിശ ഇനത്തിൽ നൽകി എന്നതാണ് വിവാദമാകുന്നത്. മാത്രമല്ല, അതിവേഗത്തിൽ ഈ കടം തിരിച്ചടച്ചതും സംശയവും ഉളവാക്കുന്നുണ്ട്. ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് അല്ല. ഐസക്കിന് ഇപ്പോഴത്തെ ഭരണത്തിൽ ഒരു റോളുമില്ല. പൊടുന്നനെ 3195 കോടി സർക്കാർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയത് എന്തിനാണെന്നാണ് ആദ്യത്തെ ചോദ്യം. എത്രയും വേഗം മസാല ബോണ്ട് വിവാദത്തിൽ നിന്നും ഐസക്കിനെ ഊരിയെടുക്കാനാണ് പിണറായി ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഊരിയെടുക്കുന്നത് ഐസക്കിനോടുള്ള പ്രിയം കൊണ്ടൊന്നുമല്ല. മസാല ബോണ്ടിൽ താൻ വഴുതി വീഴാനുള്ള വിദൂര സാധ്യത പോലും ഇല്ലാതാക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം. കാരണം മസാല ബോണ്ടിന് പിന്നിൽ ഒരു നിഴൽ പോലെ കനേഡിയൻ കമ്പനിയായ SNC Lavalin ഉണ്ട്. മസാല ബോണ്ട് ഇറക്കിയ വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് EDയുടെ വാദം. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്ന് EDക്ക് മുൻപിൽ ഐസക് പറഞ്ഞതോടെ ഐസക് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് ആശങ്കയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനമനുസരിച്ചാണ് മസാല ബോണ്ട് ഇറക്കിയതെന്ന് ഐസക് പറയുന്നു. എന്നാൽ ഐസക്കിന്റെ വാദങ്ങൾ ED തള്ളിയതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. മസാല ബോണ്ടിൽ ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ED പറയുന്നത്. ഇതിനിടെ കിഫ്ബി ഡയറക്ടർ ബോർഡിന്റെ മിനിറ്റ്സ് പുറത്തു വരികയും ചെയ്തു. മുഖ്യമന്ത്രിയാണ് ബോർഡിന്റെ ചെയർമാൻ, ധനമന്ത്രി വൈസ് ചെയർമാനും. ഇത് ഔദ്യോഗിക സ്ഥാനമാണെന്നാണ് മുൻ ധനമന്ത്രിയുടെ വാദം. മസാല ബോണ്ടിൽ തീരുമാനമെടുത്ത യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ മസാല ബോണ്ട് ഇറക്കാൻ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും യോഗം ചുമതലപ്പെടുത്തിയതായി ED പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം തുടങ്ങിയത്. മസാല ബോണ്ടിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ കിഫ്ബി ശ്രമിക്കുകയാണെന്നും ED പറയുന്നുണ്ട്. ഇതിലെല്ലാം ED കുറ്റപ്പെടുത്തുന്നത് ഐസക്കിനെയാണ്. പിണറായിയെ കുറ്റപ്പെടുത്താതിരിക്കാനും ED ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷേ അത് ഒരു കുടുക്കുണ്ടാക്കി
പിണറായിയെ വീഴ്ത്താനാണോ എന്നും ചിന്തിക്കാതിരുന്നുകൂടാ. ഇതിലാണ് ഐസക്കിന് സംശയം. അതായത് പിണറായിയെ പറയാതിരിക്കുന്നതിലാണ് സംശയമുള്ളത്. സമൻസ് അയക്കുന്നത് നിർത്തിവെക്കാൻ നേരത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇടക്കാല ഉത്തരവ് പുതുക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് വന്നു. തോമസ് ഐസക്കിന് നേരത്തെ അയച്ച സമൻസിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ സമൻസ് അയക്കാൻ തയ്യാറാണെന്ന് ED വ്യക്തമാക്കിയ സാഹചര്യത്തിലായിരുന്നു അനുമതി. മസാല ബോണ്ട് സമാഹരണത്തിൽ കിഫ്ബി വിദേശ നാണയച്ചട്ടം ലംഘിച്ചുവെന്നും റിസർവ് ബാങ്കിന്റെ അനുമതി വാങ്ങിയിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ തോമസ് ഐസക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഐസക് ഡയറക്ടറോ പാർട്ട്ണറോ ആയിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയിട്ടുള്ള വിദേശയാത്രകൾ, അതിന്റെ ഉദ്ദേശം, അവയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള വരുമാനം, ഐസക് ഡയറക്ടറായ കമ്പനികൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള വിദേശ വരുമാനം സംബന്ധിച്ച ബാങ്ക് അക്കൗണ്ടുകൾ, രേഖകൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങളും ചോദിച്ചിട്ടുണ്ട്. മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തതിൽ കിഫ്ബിയിലെ ഐസക്കിന്റെ റോളും ED ആവശ്യപ്പെട്ടു. എല്ലാറ്റിനും പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ഐസക് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പിണറായിക്കും പേടിയുണ്ട്. എന്നാൽ ED ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞുവെന്ന് വ്യക്തവുമാണ്. ഇനി കാത്തിരുന്ന് കാണണം പിണറായിക്ക് എന്ത് സംഭവിക്കുമെന്ന്. നന്ദി.